ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളാണ്. ഞങ്ങളിന്നിവിടെ എത്തിയിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന പകുതി വിലയ്ക്ക് ടൂ വീലറും മറ്റ് വീട്ടുപകരണങ്ങളും അടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പറയുവാനാണ്. ഞങ്ങൾ 2021 നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നൊരു സംഘടന സായിഗ്രാമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ശ്രീ KN ആനന്ദകുമാർ സാർ രൂപീകരിക്കുകയും ആ സംഘടനയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളെയും അംഗസംഘങ്ങളാക്കിക്കൊണ്ട് കോൺഫെഡറേഷൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിങ്ങിൽ കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളും പങ്കെടുക്കുകയുണ്ടായി. സന്നദ്ധ സംഘടനകളുടെ ശാക്തീകരണമാണ് ഈ കോൺഫെഡറേഷൻ്റെ ലക്ഷ്യമെന്നും അതിൻ്റെ നാഷണൽ ചെയർമാൻ KN ആനന്ദകുമാർ ആണെന്നും അതിൻ്റെ നാഷണൽ കോർഡിനേറ്ററും സംസ്ഥാന സമിതിയുടെ സെക്രട്ടറിയും അനന്തകൃഷ്ണനാണെന്നും അതിൻ്റെ മുഖ്യ രക്ഷാധികാരി ശ്രീ റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണെന്നും ആ യോഗത്തിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഈ സന്നദ്ധ സംഘടന കേരളത്തിലെ ചെറുതും വലുതുമായ സന്നദ്ധ സംഘടനകളുടെ ശാക്തീകരണമാണ് ലക്ഷ്യം. ഒരു നല്ല ദിശാബോധത്തോടുകൂടി പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പരിശീലന പരിപാടികളും മറ്റ് പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത്. 2022 ആയപ്പോഴത്തേക്കും എറണാകുളത്ത് വെച്ച് സംസ്ഥാനതല സംഗമവും അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയും പൂർണ്ണമായും നിലവിൽ വന്നു. 14 ജില്ലകളിലും ജില്ലാ സമിതികളും രൂപീകരിച്ചു. ഓരോ ജില്ലയിലും പ്രത്യേകമായി സന്നദ്ധ സംഘടനകളുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയുണ്ടായി. അത്തരത്തിൽ നടന്ന തിരുവനന്തപുരം ജില്ലയുടെ യോഗത്തിലാണ് ശ്രീ KN ആനന്ദകുമാറും അനന്തകൃഷ്ണനുമായി യോഗത്തിൽ വരികയും അനന്തകൃഷ്ണൻ ഇതിൻ്റെ ദേശീയ കോർഡിനേറ്ററാണെന്നും സംസ്ഥാന സമിതിയുടെ സെക്രട്ടറി ആണെന്നും സീഡ് എന്ന് പറയുന്ന സംഘടന മുഖാന്തരം ഇടുക്കി പ്രദേശങ്ങളിൽ സാധാരണക്കാരായ ആളുകൾക്ക് പകുതി വിലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുവെന്നും പകുതി വില ഗുണഭോക്തൃ വിഹിതമായി കളക്ട് ചെയ്താണ് ഇത് ചെയ്യുന്നത്, CSR ഫണ്ടും മറ്റും കളക്ട് ചെയ്താണ് ഈ സംവിധാനം ചെയ്യുന്നതെന്നും കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളിലൂടെയും ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ നാഷണൽ കോൺഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഒരു 7 അംഗ ഡയറക്ട് ബോർഡ് ഉൾപ്പെടെയുള്ളതാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ. ആ കോൺഫെഡറേഷൻ്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്യുവാൻ ഈ സന്നദ്ധ സംഘടനകളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഓരോ സംഘടനകളും നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ അംഗസംഘങ്ങളായി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീകൾക്ക് 50% വിലയ്ക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യാമെന്നും അതിനുശേഷം ഈ സ്ത്രീകളുടെ ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് കടക്കാനും അങ്ങനെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി കഴിയും, ഹൈടെക് കോഴിക്കോട് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും. ഇങ്ങനെ 3-4 പദ്ധതികൾ അവതരിപ്പിച്ചു. ഇതിനാവശ്യമായ ഗുണഭോക്തൃ വിഹിതം ഈ ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ ഗുണഭോക്താക്കളിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നും അത് ശ്രീ അനന്തകൃഷ്ണൻ്റെ കമ്പനിയായിട്ടുള്ള പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് HDFC ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. സന്നദ്ധ സംഘടനകളായ ഞങ്ങൾ ചെയ്തത് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഈ നിർദ്ദേശം കേട്ടുകൊണ്ട് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം കളക്ട് ചെയ്യുകയും ഈ അനന്തകൃഷ്ണൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ അടയ്ക്കുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ പൈസ അടച്ച മുഴുവൻ ആളുകൾക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് തയ്യൽ മെഷീനുകൾ തിരുവനന്തപുരം ജില്ലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്, ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്, കോഴിക്കോടുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2ാം ഘട്ടമായിട്ടാണ് സാധാരണക്കാരായ സ്ത്രീകളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പകുതി വിലയ്ക്ക് അവർക്ക് 2 വീലർ നൽകാനുള്ളൊരു പദ്ധതി റെഡിയായിട്ടുണ്ടെന്നും അതിലേക്ക് ആവശ്യമായ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഗുണഭോക്തൃ വിഹിതം സമാഹരിച്ച് ഈ അനന്തകൃഷ്ണൻ്റെ കമ്പനിയിലേക്ക് അടയ്ക്കണമെന്നും ശ്രീ KN ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഞങ്ങളുടെ ജില്ലാ സമിതി യോഗങ്ങളിലും സംസ്ഥാന നിർവാഹക സമിതി 14 ജില്ലയിലെയും ജില്ലാ ഭാരവാഹികൾ ചേരുന്നതാണ് സംസ്ഥാന നിർവാഹക സമിതി ആ യോഗത്തിൽ അനൗൺസ് ചെയ്യുകയും അതിൻ പ്രകാരം
കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളും ഈ തുക ഗുണഭോക്താവിൽ നിന്ന് കളക്ട് ചെയ്യുകയും ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടത്തിൽ ടൂ വീലറുകൾ യഥാസമയം എല്ലാവർക്കും കിട്ടിക്കൊണ്ട് പൈസ അടച്ച് 2 മാസത്തിനകം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പൈസ അടച്ച മുഴുവൻ പേർക്കും കിട്ടി. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാവർക്കും കിട്ടി. പക്ഷേ അടുത്ത ഘട്ടം കഴിഞ്ഞ 2023 മാർച്ചിലാണ് അഡീഷണലായി കുറച്ച് പേർ കൂടി കൊടുക്കാൻ കഴിയും, ഈ ആളുകളെ പൈസ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും പൈസ അടച്ചു. അതിലും ചില ആളുകൾക്ക് കിട്ടി, ബാക്കി ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഏതാണ്ട് 960 പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇനി ടൂ വീലർ കിട്ടാനുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനന്തകൃഷ്ണൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനകളുടെ പേരിൽ ഗുണഭോക്താക്കളായ ആളുകൾ പരാതി കൊടുക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ സന്നദ്ധ സംഘടനകളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. കേരളത്തിലെ സാമൂഹ്യ രംഗത്ത്, സേവന രംഗത്ത് വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഏതാണ്ട് 200ഓളം സന്നദ്ധ സംഘടനകളാണ് കേരളത്തിൽ ഈ NGO കോൺഫെഡറേഷനിൽ ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നവരായി രജിസ്റ്റർ ചെയ്ത് മാറിയിട്ടുള്ളത്. അതുമാത്രമല്ല, 2000ഓളം വരുന്ന സന്നദ്ധ സംഘടനകൾ സപ്പോർട്ടിംഗ് ഏജൻസികളായി ഓരോ സംഘടനയുടെയും കീഴിൽ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദുരന്ത ഘട്ടങ്ങളിലും അതുപോലെ തന്നെ പേമാരി സമയങ്ങളിലും കോവിഡ് കാലത്തിലെല്ലാം കേരളത്തിൽ പൊതുസമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും ചെയ്തു പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഞങ്ങൾ. ഓരോ സംഘടനകളും ഓരോ പ്രദേശത്ത്, ഇപ്പോൾ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, വിവിധ നൈപുണ്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ വിവിധ മേഖല. നമുക്കറിയാം, കേരളത്തിലെ ഇന്നത്തെ ഈ വളർച്ചയിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഈ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിലെല്ലാം വളരെ വലിയ പങ്കാണ് സന്നദ്ധ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളത്. ആ സന്നദ്ധ പ്രസ്ഥാനങ്ങളെല്ലാം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി. അതുകൊണ്ട് സന്നദ്ധ സംഘടനയുടെ പേരിലേക്ക് കേസുകൾ എടുക്കുവാനുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും നടപടികളും നിർത്തിവെക്കണമെന്നും വസ്തുനിഷ്ഠമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ വിവിധ ഇടപാടുകളിലൂടെ ഞങ്ങൾ സമാഹരിച്ച് നൽകിയ തുകകൾ മറ്റു പല അക്കൗണ്ടിലേക്കും കൈമാറിയിട്ടുണ്ടെന്നും ആസ്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തിപരമായി ആസ്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ഓരോ ദിവസവും പോലീസിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. അത്തരം ആസ്തികളൊക്കെ കണ്ടെത്തിയും ഈ അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെട്ട തുകയുമെല്ലാം കണ്ടെത്തി സാധാരണക്കാരായ ആളുകൾക്ക് ഈ അടച്ച പണങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് നൽകാമെന്ന് പറഞ്ഞ ഉപകരണങ്ങൾ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും അടിയന്തര ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഈ വിഷയം. ഈ സന്നദ്ധ സംഘടനകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഗുണഭോക്താക്കളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുകയും അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് യഥാസമയം ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ സുതാര്യമായി അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇടനിലക്കാരായി പോയി എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് സന്നദ്ധ സംഘടനകളുടെ നേർക്കുള്ള നടപടികൾ ഗവൺമെൻറ്റും പോലീസും നിർത്തിവെക്കണം. സർക്കാരും പോലീസും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ സാധാരണക്കാരായ ആളുകൾ, പല ആളുകളും സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് വാങ്ങിയും ഒക്കെ ഇങ്ങനെ ഒരു ടൂ വീലർ കിട്ടും അല്ലെങ്കിൽ തൻ്റെ മകന് പഠിക്കാൻ ഒരു ലാപ്ടോപ്പ് കിട്ടും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്ത സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് ഈ തുക യഥാസമയം ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ പത്രമാധ്യമങ്ങളുടെയും പിന്തുണയും സഹകരണവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.